അനുമോളുടെ കാല് പിടിച്ചോണ്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ആദില. ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു കണ്ടസ്റ്റൻറ്റ് കാലൊക്കെ പിടിക്കുന്നു. കാല് പിടിക്കാം, അത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ട് നമുക്ക് ഒരാളോട് കാല് പിടിച്ച് മാപ്പ് പറയാം, അല്ലെങ്കിൽ കണ്ണീരൊഴുക്കാം, അതൊക്കെ ചെയ്യാം. അല്ലാതെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് കാല് പിടിക്കുന്നതൊക്കെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ചെയ്യുന്ന പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്തരത്തിലാണ് കേട്ടോ ആദിലയുടെ ചീപ്പ് ഗെയിം ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാം. അല്പസമയം മുമ്പ് ലൈവിൽ ആദില അനുമോളുടെ കാല് പിടിച്ചുകൊണ്ട് വരുന്ന രംഗമാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചത്. ആദില എന്തിനാണ് അനുമോളുടെ കാല് പിടിക്കുന്നത്? പുറകെ നടന്ന് ശല്യം ചെയ്യാനാണ്, ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നു. ടാസ്ക് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അനുമോളോട് കൺഗ്രാറ്റ്സും പറയുന്നുണ്ട്. കൂടാതെ അനുമോളുടെ കാല് തൊട്ട് തൊഴുതിട്ട് മാപ്പ് പറയുന്നു. അനുമോൾ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നീയൊക്കെ എൻ്റെ കൂടെ നടന്നത് എന്തിനാണെന്ന് എനിക്കറിയാമെന്ന്. എന്തിനാണ് നടന്നത് അത് നമുക്കും അറിയാം. അനുമോൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, നേരത്തെ തന്നെ മനസ്സിലാവേണ്ടതായിരുന്നു. ഒരുപക്ഷെ മനസ്സിലായിട്ട് മനസ്സിലായില്ല എന്ന് കരുതി നിന്നതാണോ എന്നറിയില്ല. എങ്കിലും അനുമോൾ ഇപ്പം ആദിലയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ്, നീയൊക്കെ എൻ്റെ കൂടെ നിന്നത് എന്തിനാണെന്ന് എനിക്കറിയാമെന്ന്. അതിപ്പോൾ വലിയൊരു കുറ്റമായിട്ട് കണ്ടിട്ട് ആദില എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അടക്കാം കേട്ടോ. അവൾ പറയാണ്, ഞാൻ അവളുടെ എന്തോ കണ്ടിട്ടാണ് അവളുടെ കൂടെ നടന്നതെന്ന്. തീർച്ചയായിട്ടും അതെ, അനുമോളായിട്ടൊരു ലവ് ട്രാക്കിന് ആദില നോക്കിയിട്ടുണ്ടായിരുന്നു. അനുമോളെ കിട്ടില്ലെന്ന് കണ്ടപ്പോൾ അത് നൈസായിട്ട് വിട്ടതാണ്. പിന്നെ സൈഡിൽ നൂറയും ഉണ്ടല്ലോ. നൂറ് നേരത്തെ പുറത്തായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആദില അത് ട്രൈ ചെയ്യായിരുന്നു. മറ്റൊന്ന് അനുമോളുടെ ഫെയിമാണ്. അനുമോൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അനുമോളുടെ കൂടെ നടന്ന് ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കുന്നത്. ഷാനവാസിന് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഷാനവാസിൻ്റെ കൂടെ നടന്നു. ഇക്കയും പെങ്ങളും എന്തോ ആയിരുന്നു, വലിയേട്ടനും ഒക്കെ ആയിരുന്നു. പിന്നെ ലാലേട്ടൻ വന്ന് രണ്ട് ചീത്ത ഷാനവാസിനെ പറഞ്ഞപ്പോൾ, രണ്ടാഴ്ച അടുപ്പിച്ച് ചീത്ത പറഞ്ഞപ്പോൾ ദാ കിടക്കുന്നു, അയാൾ ആരാണ്, ഇനി അമ്മായി എന്നൊക്കെയായി. ഇനി ഞാൻ അയാൾ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മുഖത്തോക്കി പറയും, അയാൾ ഒരു ചേട്ടനും പെങ്ങളും കളിക്കാൻ വന്നതാണോ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ സാബുമാനാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. സാബുമാൻ ഇന്നലെ രാത്രി നൂറെ അതിലെ കൂടി പറയുന്നുണ്ടായിരുന്നു, അനുമോളും ഉണ്ടായിരുന്നു കൂടെ. സാബുമാന് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന്. കഴിഞ്ഞ സീസണിൽ അർജുൻ എങ്ങനെയാണോ നിന്നേ അതേപോലെയാണ് സാബുമാൻ നിൽക്കുന്നതെന്ന്. അതായത് അർജുൻ ടോപ്പ് 2-ലുണ്ടായതാണ്, അതേ സ്ട്രാറ്റജിയാണ് ഇറക്കുന്നത്, നല്ല ഇമേജും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സാബുമാനെ പിടിക്കാം എന്ന് കരുതി ഇപ്പോൾ സാബുമാൻ്റെ കൂടെയാണ് കേട്ടോ. ഇതാണ് അവരുടെ സ്വഭാവം. ഇത് മനസ്സിലായെന്നാണ് അനുമോള് പറഞ്ഞത്. പുറത്ത് നിന്ന് കാണുന്ന നമുക്കിത് മനസ്സിലായെങ്കിൽ അകത്ത് കൂടെ നിൽക്കുന്ന അനുമോൾക്ക് മനസ്സിലാവില്ലേ? അത് മനസ്സിലായെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഡബിൾ മീനിങ്ങിലൊക്കെ കൊണ്ടുവരുന്നു, വേറെ രീതിയിലേക്ക് ആക്കുന്നു, എന്തൊക്കെയാണ് അതിലെ കാട്ടിക്കൂട്ടുന്നത്. ഇനിയിപ്പോൾ അറിയണമെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ എന്ത് കണ്ടിട്ടാണ് അവളുടെ പിന്നാലെ നടന്നേന്ന്, കൂടെ നടന്നേന്ന് അറിയണം എന്ന്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അതിൽ നിൽക്കുന്നത്. നൂറ് അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്താണെങ്കിലും കാണിച്ചോട്ടെ, നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാനാണ് ബേബിയുടെ തീരുമാനമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മറ്റേ ബേബി തിരിഞ്ഞ് നടക്കുകയാണ്. ഈ ഒരു കാര്യം ഷാനവാസിനടുത്ത് പറഞ്ഞപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ചിലപ്പോൾ നീ അവളുടെ ഫെയിം കണ്ടിട്ട് അവളുടെ കൂടെ നിൽക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടാവുന്നു, അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് എന്താന്ന്. ഷാനവാസിന് അറിയാം അതാണ് കാര്യം എന്ന്, സാബുമാനും അറിയാം കാര്യം എന്ന്. അതിലിപ്പം മിണ്ടാതെ പഞ്ചപുച്ചടക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അനുമോളോട് ചോദിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്താ വരാൻ പോകുന്നതെന്ന്. എല്ലാം കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.